കാര്യങ്ങളാണ് സാറേ. പോലീസിനൊന്നും ഒരു പേടിയില്ല. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മളെ കൊമ്പൻ്റെ ബോംബെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം മോഡ് അടിപൊളിയാണ്. അപ്പം നമ്മളൊരു ബ്രോ ആണ് ഇത് ലിവറും ബ്രോ മോഡും ഒക്കെ ഉണ്ടാക്കിയത്. ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ തന്നെ മോഡ് കിട്ടി. പിന്നെ ഇത് കുറച്ച് മെനക്കെടായതുകൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ മോഡ് കണ്ടവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നാൽ മതി, അവിടെ കാണാം. അപ്പോൾ എന്താണ് വണ്ടി സൈഡൊക്കെ അതേമാതിരി തന്നെയാണ് ചെയ്തെടുത്തത്. അപ്പം ബ്രോക്ക് ഇതിൻ്റെ ഒരു ടാങ്ക്സ് ഉണ്ട്. പിന്നെ അത്ര അടിപൊളിയാണ് വണ്ടി കാണാനായിട്ട്. പിന്നെ ഈ ഒരു ലിവറിൽ തന്നെ ഈ ഒരു മുകളിൽ തന്നെ ജേഗരും ക്യാൻസറും ജിന്നും വരുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ മോഡലിൽ തന്നെ ആയിരിക്കും നമ്മളെ ദാവൂദ് ഇറങ്ങാൻ പോണേ. അപ്പോൾ എല്ലാവരും വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഞാനും കട്ട വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നമുക്ക് ദാവൂദ് കൂടി ഇറങ്ങിയിട്ട് വേണം ഒരു ലിവർ കൂടി ഉണ്ടാക്കാനായിട്ട് ഗൈസ്. അപ്പം ഇതാണ് വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ. അപ്പം ഈ ഒരു വണ്ടിയുടെ മൂഡ് കണ്ടവർ ഇപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെന്നാൽ മതി, അവിടെ ഉണ്ട് ഈ ഒരു വണ്ടിയുടെ മൂഡ്. അപ്പം വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ബാക്കൊക്കെ അതേമാതിരിയാണ്. പിന്നെ ഇതിന് നമ്പർ പ്ലേറ്റൊക്കെ ഉണ്ട് കേട്ടോ. നമ്പർ പ്ലേറ്റ് കാണാം. നമ്പർ പ്ലേറ്റ് ഒറിജിനൽ നമ്പർ പ്ലേറ്റാണ് കൊടുത്തിട്ട് KL 45 വരുന്നത്, 125 അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇൻറ്റീരിയർ ഈ വണ്ടീന് ചെയ്യുന്നല്ല. ഇൻറ്റീരിയർ പക്ഷേ ഒറിജിനൽ വണ്ടി വാങ്ങുന്നില്ല, ഒരു ഇൻറ്റീരിയർ നല്ല ടോയ്സ് വണ്ടിക്ക് വരുന്നത്. അപ്പോൾ ലൈലാൻഡ് തന്നെയാണ് വണ്ടി. അപ്പം വണ്ടിയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ഈ ഒരു മോഡിൻ്റെ വിശേഷം പറയുകയാണെങ്കിൽ സംഭവം ഇതെന്ന് വെച്ചാൽ ചെറിയൊരു ലിപ്പ് സെറ്റപ്പ് ഉണ്ട് ടോയ്സ്. ഇത് 3 പറഞ്ഞ ലിപ്പാണ്. അപ്പോൾ അത് 3 ലിപ്പ് പോകും. പിന്നെ മറ്റേത് ഒരു ഡിക്കി സ്പേസാണ്, ബാറ്ററി ഒക്കെ ഉണ്ട്. പിന്നെ അഡിഷണൽ സ്റ്റെപ്പ് ടയറൊക്കെ ഉണ്ട് ടോയ്സ് ഇതിൽ. പിന്നെ വെറുതെ സീറ്റിനൊക്കെ ചെറിയ അപ്ഗ്രേഡേഷനൊക്കെ വരുത്തിയിട്ടുണ്ട്. വണ്ടിയിലെ ഈ ഒരു ഫാനൊക്കെ വെച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് സീറ്റിൽ 2 ഫാനൊക്കെ ഉണ്ട്, വർക്ക് ചെയ്യില്ല ചുമ്മാ. പിന്നെ ഒരു ഗ്യാസിൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഡോറൊക്കെ അടിപൊളി തന്നെയാണ്. നമുക്ക് ഡോറൊന്നും തുറന്ന് നോക്കാം. എല്ലാം ഓപ്പൺ ആക്കട്ടെ. വണ്ടിയുടെ ലൈറ്റ് വർക്ക് എനിക്ക് ഇഷ്ടമായില്ല. വണ്ടിയുടെ ഉള്ളിലെ ലൈറ്റ് വർക്ക് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. വേറെ ഒരു തടസ്സമൊക്കെ ഇല്ലാത്തൊരു ലൈറ്റ് വർക്ക് എന്ന് ഞാൻ പറയില്ല, നല്ല അടിപൊളി ലൈറ്റ് വർക്കാണ്. പക്ഷേ പുറത്ത് ഈ ഒരു ഭാഗത്ത് തന്നെ ലൈറ്റ് വർക്കൊന്നും അധികം പോരാന്ന് പറഞ്ഞാൽ പോരാ, ഒരു ദിവസത്തിനും പറ്റൂല. ആ രീതിയിൽ ലൈറ്റ് വർക്കാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താ, നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറയാം ഗൈസ്. അപ്പം ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ വിശേഷങ്ങൾ. അപ്പോൾ വേഗം പോയി മോഡ് ഇൻസ്റ്റാൾ ചെയ്താണ്ട് പോയി എൻജോയ് ചെയ്യുക ഗൈസ്, എൻജോയ്. അപ്പം അടുത്തൊരു കാണാം. ബൈ.